മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനടി നടക്കാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യവാരമോ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നതായി വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി സർവേ ഫലങ്ങൾ വലിയ രീതിയിൽ പ്രസക്തമാവുകയാണ്. ഇതിനകത്ത് ലോക് പോൾ സർവേയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ലോക് പോൾ സർവേയിലെ സർവേ ഫലങ്ങൾ ഒട്ടുമിക്കതും ശരിയാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മഹാവികാസ് അഘാദി സഖ്യവും NDA സഖ്യവും തമ്മിലുള്ള മത്സരത്തിൽ മഹാവികാസ് അഘാദി സഖ്യം 154 സീറ്റും അതുപോലെ തന്നെ 44% വോട്ടുമായി അധികാരത്തിലേക്ക് വരും എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. എന്നാൽ 38 40 പരമാവധി 41% വോട്ടുമായി 115 മുതൽ 121 സീറ്റ് വരെ ആയിരിക്കും NDA മുന്നണിക്ക് ലഭിക്കുക എന്നതും വിലയിരുത്തൽ ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം 288 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ ഉള്ളത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ലോക്സഭാ സീറ്റുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് പിന്നെ ഏറ്റവും കൂടുതലുള്ളത് 48. ആ മഹാരാഷ്ട്രയിലാണ് ഇത്തവണ മഹാവികാസ് അഘാദി സഖ്യം 31 സീറ്റുമായി വലിയ മുന്നേറ്റം നടത്തിയത്. BJP ക്യാമ്പുകളിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ശിവസേന ഉദ്ധവ് വിഭാഗവും ശരത് പവാർ വിഭാഗവും കോൺഗ്രസും ചേർന്ന് നടത്തിയ തേരോട്ടം ഇതുവരെയും അവരെ ആ അമ്പരപ്പിൽ നിന്നും മുക്തരാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനിടയിൽ ഈ സർവേ ഫലം കൂടി വരുമ്പോൾ വാസ്തവത്തിൽ BJP ക്യാമ്പുകൾ മൂകമാണ്. ഓപ്പറേഷൻ താമര നടത്തി നെറികെട്ട രാഷ്ട്രീയ കളിയിലൂടെ അധികാരം പിടിച്ചെടുത്ത BJP എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കാൻ അങ്ങേയറ്റം വരെ നോക്കും. പ്രത്യേകിച്ചും സാമ്പത്തിക തലസ്ഥാനം മുംബൈ ആയതുകൊണ്ടും മഹാരാഷ്ട്ര എന്നത് എക്കണോമിക്കലി BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രദേശങ്ങളിൽ ഒന്നായതുകൊണ്ടും അവർക്ക് എന്ത് വില കൊടുത്തും അധികാരത്തിന് വേണ്ടി ഏത് രീതിയിലുള്ള വടംവലിയും നടത്തും. എന്നാൽ ലോക് പോൾ സർവേയിലെ ഈ ഫലം BJPയെ നിഷ്ക്രിയമാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സർവേ ഫലം മാത്രമല്ല പുറത്തു വരുന്ന കാര്യം. NDA സഖ്യത്തിനുള്ളിലെ പൊട്ടലും ചീറ്റലും പുറത്ത് വരുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഥവാ മഹാവികാസ് അഘാദിയെ സംബന്ധിച്ചിടത്തോളം സുഗമമാകുന്നത്. മഹാവികാസ് അഘാദി സഖ്യത്തിൻ്റെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലോക്സഭയിലായിരുന്നാലും യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. എല്ലാ രീതിയിലും അവരവരുടേതായ ശക്തി ദുർഗങ്ങളെ കേന്ദ്രീകരിച്ച് മത്സരിക്കാനാണ് അവർ തീരുമാനിച്ചത്. എന്നാൽ NDA സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റിലും തർക്കം നിലനിൽക്കുകയായിരുന്നു. അത് ലോക്സഭയിലായിരുന്നാലും ഇപ്പോഴിങ്ങോട്ട് നിയമസഭയിലേക്കായിരുന്നാലും ആ തർക്കം മൂർച്ഛിച്ചു എന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം.